ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകളിൽ ചില പ്രൊഫൈലുകൾ നമ്മെ ഉടനെ ആകർഷിക്കുമ്പോൾ മറ്റു ചിലത് ഒന്നും തോന്നിക്കാതെ പോകുന്നത് എന്തുകൊണ്ട്? പ്രത്യേകിച്ച് ഡേറ്റിംഗ് ആപ്പുകളിൽ ചില പ്രൊഫൈലുകൾ തൽക്ഷണം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുമ്പോൾ മറ്റു ചിലത് അങ്ങനെ അല്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ സ്വൈപ്പിൻ്റെയും ഓരോ മെസ്സേജിൻ്റെയും പിന്നിൽ ആകർഷണം നിർണ്ണയിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്തു ചെയ്യും? ഡേറ്റിംഗ് ആപ്പുകളിൽ നിങ്ങളുടെ പ്രൊഫൈലുകൾ ശ്രദ്ധിക്കപ്പെടണോ? ഡേറ്റിംഗ് ആപ്പുകൾ വഴി നിങ്ങൾക്കും സൗഹൃദമോ പ്രണയമോ സെറ്റാക്കണോ? ഡിജിറ്റൽ ഡേറ്റിംഗ് ലോകത്ത് നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെ രൂപപ്പെടുത്തുന്ന സൂക്ഷ്മമായ സൂചനകളും ശക്തമായ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസും നമുക്ക് ഇന്ന് പരിശോധിക്കാം. കൂടാതെ ഡേറ്റിംഗ് ആപ്പുകളിൽ നിങ്ങൾക്ക് ഒരു കാന്തിക ശക്തിയും ആധികാരികവുമായ ഒരു സാന്നിധ്യം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് അവ എങ്ങനെ ഉപയോഗിക്കാം, ഇതിനെക്കുറിച്ചും വിശദമായി പരിശോധിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കുക. ഇടയിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമസ്കാരം, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഇന്നത്തെ വിഷയം ഓൺലൈൻ ഡേറ്റിംഗിലെ ആകർഷണത്തിൻ്റെ മനഃശാസ്ത്രം, നിങ്ങളുടെ പ്രൊഫൈലിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങൾ എഴുതുന്ന ബയോ, സംഭാഷണത്തിൻ്റെ രീതികൾ ഇവയൊക്കെയാണ്. ആളുകൾ നിങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെക്കുറിച്ച് എങ്ങനെ തോന്നുന്നു എന്നതിലേക്ക് മാറ്റുന്ന ചെറിയ സിഗ്നലുകൾ, സമർത്ഥമായ പദപ്രയോഗങ്ങൾ, സമയതന്ത്രങ്ങൾ മുതലായവ പരിശോധിക്കാം. നിങ്ങൾ ഒരു പുതിയ പ്രൊഫൈൽ സജ്ജീകരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ മാച്ചുകൾ യഥാർത്ഥ കണക്ഷനുകളാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിലും മറ്റൊരാളായി നടിക്കാതെ തന്നെ ഈ തത്വങ്ങൾ നിങ്ങളെ വേറിട്ട് നിർത്താൻ സഹായിക്കും. നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ തന്നെ ആകർഷകമായ ഒരു ഓൺലൈൻ സാന്നിധ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചില മാർഗങ്ങൾ നോക്കാം. ഒന്ന്, ആദ്യ ദൃശ്യത്തിൻ്റെ മായാജാലം എന്ന് പറയുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഓൺലൈനിൽ ആദ്യ ഇംപ്രഷനുകൾ ഹൃദയമിടിപ്പ് പോലെയാണ് സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? ഓൺലൈൻ ലോകത്ത് ആദ്യ ദൃഷ്ടി സംഭവിക്കുന്നത് സെക്കൻഡുകൾക്കുള്ളിലാണ്. ഒരു സ്വൈപ്പിനിടയിൽ കാണുന്ന നിമിഷങ്ങൾ മാത്രം. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ വെറും ഒരു ഫോട്ടോ മാത്രമല്ല, അത് സ്റ്റാറ്റസ്, ഊഷ്മളത, വിശ്വാസം എന്നിവ കാണിക്കുന്ന ഒരു മനഃശാസ്ത്ര പരസ്യ ബോർഡാണ്. മനുഷ്യർ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നു, അത് നല്ലതാണെങ്കിലും അല്ലെങ്കിൽ ചീത്തയാണെങ്കിലും. ഇവിടെ നിങ്ങളുടെ ഇമേജിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, സൂക്ഷ്മഭാവങ്ങളും യഥാർത്ഥ പുഞ്ചിരികളും പ്രധാനമാണ്. സത്യസന്ധമായ പുഞ്ചിരി ആളുകൾ ഉടൻ ശ്രദ്ധിക്കും. ചെറുതും സ്വാഭാവികവുമായ ഭാവങ്ങൾ കാണിക്കുന്ന ഫോട്ടോകൾ അമിതമായി പോസ്റ്റ് ചെയ്തതോ ഫിൽട്ടർ ചെയ്തതോ ആയ ഫോട്ടോകളെ മറികടക്കുന്നു. നാച്ചുറലായ പോസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ചിത്രങ്ങൾ മനുഷ്യബന്ധം ഓർമ്മിപ്പിക്കും. കാരണം അവ മനുഷ്യനാണെന്ന് തോന്നുന്നു. അപ്പോൾ മനുഷ്യർ മനുഷ്യനോട് പ്രതികരിക്കുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന ഒരു റിസർച്ച് ആർട്ടിക്കിൾ ഫ്രീ സ്മൈൽസ് ആർ വർത്ത് എ ലോട്ട് ഫോർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന തലക്കെട്ടിൽ 2021 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ഇപ്രകാരം പറയുന്നു: വിശാലവും ആത്മാർത്ഥവുമായ പുഞ്ചിരിയുള്ള സ്വാധീനം ചെലുത്തുന്നവരെ കൂടുതൽ ഊഷ്മളരും കഴിവുള്ളവരുമായി കണക്കാക്കുന്നു. ഇത് കൂടുതൽ പോസിറ്റീവ് സാമൂഹിക പ്രതികരണങ്ങളിലേക്ക് നയിക്കുന്നു. 2, സന്ദർഭമാണ് എല്ലാം. ഫോട്ടോയുടെ പശ്ചാത്തലം, നിങ്ങളുടെ ഭാവം, വസ്ത്രധാരണം എല്ലാം സന്ദേശം കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, പ്രകാശമുള്ള ക്ലിയർ ആയ ഹെഡ് ഷോട്ട് ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. ഒരു ആക്ഷൻ ഷോട്ട്, ഉദാഹരണത്തിന് ഗിറ്റാർ വായിക്കൽ, പാചകം, ഹൈക്കിംഗ്, ഇവയൊക്കെ നിങ്ങളുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു. 3, കാഴ്ചകൾക്കപ്പുറമുള്ള പ്രൊഫൈൽ സിഗ്നലുകൾ. ഹോബികൾ, വളർത്തുമൃഗങ്ങളുടെ കൂടെയുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ ചെറിയ അടിക്കുറിപ്പുകൾ എന്നിവയെല്ലാം മൈക്രോ സിഗ്നൽ പോലെ പ്രവർത്തിക്കും. ഒരു നായയോടൊപ്പമുള്ള ഫോട്ടോ നിങ്ങൾ കരുതലുള്ളവനാണെന്ന് പറയുന്നു. ഒരു യാത്രാ ഷോട്ട് സാഹസികതയോടുള്ള തുറന്ന മനസ്സിനെ കാണിക്കും. ഈ ചെറിയ സൂചനകൾ കാഴ്ചക്കാർക്ക് ആകർഷകമായി തോന്നുന്ന ഒരു സാമൂഹിക വിഭാഗത്തിൽ നിങ്ങളെ വേഗം ഉൾപ്പെടുത്താൻ സഹായിക്കുന്നതിനാൽ
അവ ആകർഷണത്തിന് കാരണമാകുന്നു. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും ആദ്യത്തെ കുറച്ച് വരികളും നിങ്ങൾ ആരാണെന്ന ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കുന്നു. എന്നാൽ നിങ്ങൾ അടുത്തതായി പറയുന്നത് നിങ്ങളുടെ ബയോ, അത് നിങ്ങളെക്കുറിച്ച് ജിജ്ഞാസ വർദ്ധിപ്പിക്കുന്ന ഇടമാണ്. 2. പെർഫെക്റ്റ് ബയോയുടെ രഹസ്യം. നിങ്ങളെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം തയ്യാറാക്കുക. അമിതമായി വിശദീകരിക്കാതെ, മോശം പരാമർശങ്ങളില്ലാതെ നർമ്മം കലർത്തി എഴുതുക. ഇതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാം. 1. ആദ്യത്തിൽ തന്നെ ഒരു വ്യക്തിത്വ സൂചനയിൽ നിന്ന് ആരംഭിക്കുക. നിങ്ങൾ ആരാണെന്ന് ആളുകളോട് പറയുന്ന 1-2 ചെറിയ വാക്യങ്ങൾ. ഉദാഹരണത്തിന്, പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടം, വാരാന്ത്യങ്ങളിൽ ടൂർ, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നു, ബിരിയാണി ലവർ, ഇങ്ങനെയുള്ള 2 ചെറിയ വാചകങ്ങൾ മതി. ഇത് അവ്യക്തമായ പ്രൊഫൈലുകളേക്കാൾ നന്നായി പ്രവർത്തിക്കുന്നു, പ്രത്യേകിച്ച് യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കുന്നു. 2. കൗതുകകരമായ വിടവ് ഉപയോഗിച്ച് പറയുക. കുറച്ചു കാര്യങ്ങൾ മറച്ചുവെക്കുക, അഥവാ ഒരു ചോദ്യം ചോദിക്കാൻ ആവശ്യമായ വിശദാംശങ്ങൾ നൽകുക. ഉദാഹരണത്തിന്, എനിക്ക് യാത്ര ഇഷ്ടമാണ് എന്നതിന് പകരം ഞാൻ 12 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അതുപോലെ ഒരിക്കൽ ബൈക്കിൽ ഒളിച്ചു കടന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴുണ്ടായ അനുഭവം. ഇതുപോലുള്ള ചെറിയ ടീസർ ഒരു സന്ദേശം ക്ഷണിക്കുന്നതായിരിക്കുക. ഇതിലൂടെ നിങ്ങളോട് ഒരു ചോദ്യത്തിനായുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നത് ചാറ്റിന് വാതിൽ തുറക്കും. 3. ഹ്യൂമർ സ്വാഭാവികമായിരിക്കണം. വലിയ വലിയ ജോക്കുകൾ വേണ്ട. ഒരു പ്രൊഫൈൽ പരസ്യം പോലെ വായിക്കുന്ന അമിതമായ തമാശകൾ ഒഴിവാക്കുക. ചെറിയൊരു സെൽഫ് ലൈനോ ചെറുചിരി വരുത്തുന്നൊരു വാചകമോ മതി. വ്യക്തിപരമായ തമാശ അല്ലെങ്കിൽ സ്വയം അവബോധമുള്ള ഒരു വരി ഒരു പുഞ്ചിരിയാക്കി മാറ്റും. 4. സാധാരണ ടേൺ ഓഫുകൾ ഒഴിവാക്കുക. ക്ലീഷേകൾ ഒഴിവാക്കുക. ഐ ലവ് ടു ലാഫ് എന്ന് പറയുന്നത് പോലെ. നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കുക. നോ ഡ്രാമ പ്ലീസ് എന്നതുപോലെ. അല്ലെങ്കിൽ ശൂന്യമായ അതിശയോക്തികൾ ഇല്ലാതിരിക്കുക. ബെസ്റ്റ് പാർട്ട്ണർ എവർ, ഞാൻ നല്ലൊരു പാർട്ട്ണറായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഫ്രണ്ടായിരിക്കും എന്ന് പറയും പോലെ. ഇതൊക്കെ ഒഴിവാക്കുക. ഇവയ്ക്ക് പകരം ചെറിയ യഥാർത്ഥ കഥകൾ അല്ലെങ്കിൽ വ്യക്തമായ ഹോബികൾ എഴുതുക. ഇപ്പോൾ നിങ്ങളുടെ ബയോ എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായി കാണും. ഇനി നിങ്ങൾ യഥാർത്ഥത്തിൽ സംഭാഷണങ്ങൾ എങ്ങനെ ആരംഭിക്കുന്നു എന്നതിനെക്കുറിച്ച് നോക്കാം. 3. സംഭാഷണത്തിൻ്റെ മാന്ത്രികത. ചാറ്റിലൂടെയാണ് ആകർഷണം വളരുന്നത്. അതിനാൽ ആകർഷണം വളരുകയോ മങ്ങുകയോ ചെയ്യുന്ന ഇടമാണ് സംഭാഷണം എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ തുടക്കം, ടോൺ, തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ, ഇവയെല്ലാം നിർണായകമാണ്. ഇതിനെക്കുറിച്ച് 3 കാര്യങ്ങൾ പറയാം. 1. ഒരു ഹായ് കൊണ്ട് തുടങ്ങാതെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു ഓപ്പണറിൽ നിന്ന് ആരംഭിക്കുക. അവരുടെ പ്രൊഫൈലിൽ നിന്ന് എന്തെങ്കിലും റെഫർ ചെയ്യുക. ഉദാഹരണത്തിന്, അവരുടെ പ്രൊഫൈലിൽ ഒരു ട്രക്കിങ്ങിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ എവിടെ നിന്ന് എടുത്തതാണ്, ഞാനും അതുപോലത്തെ സ്ഥലം നോക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വ്യക്തിഗതമാക്കിയ ശ്രദ്ധയെയും പരിശ്രമത്തെയും സൂചിപ്പിക്കുന്നു. പരിശ്രമം ആകർഷണമാണ്. 2. പരസ്പര ബന്ധമുള്ള ജെന്യുവിൻ ചോദ്യങ്ങൾ ചോദിക്കുക. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചിന്താപൂർവം പ്രതികരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുകയും ചാറ്റ് വികസിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ബന്ധം പോലെ തോന്നുന്ന ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ താളം സൃഷ്ടിക്കുന്നു. ഒരു ചോദ്യം ചോദിച്ച് അപ്രത്യക്ഷമാകരുത്. നിങ്ങളുടെ സ്വന്തം നിരീക്ഷണം ഉപയോഗിച്ച് പിന്തുടരുക. 3. വർദ്ധിച്ചു വരുന്ന ആകർഷണം. ഉപരിതല ചാറ്റിൽ നിന്ന് അർത്ഥവത്തായ വിഷയങ്ങളിലേക്ക് പതുക്കെ നീങ്ങുക. പങ്കിട്ട താൽപ്പര്യങ്ങളിൽ നിന്ന് ആരംഭിക്കുക. തുടർന്ന് മൂല്യങ്ങളിലേക്കും അർത്ഥവത്തായ സംഭാഷണങ്ങളിലേക്കും നീങ്ങുക. ബാല്യകാല ഓർമ്മകൾ, നിങ്ങൾ ജീവിതത്തിലെ തിരിച്ചറിഞ്ഞ ഒരു ചെറിയ പരാജയം, ഞായറാഴ്ച രാവിലെ എങ്ങനെ ചിലവഴിക്കുന്നു, ഇങ്ങനെ അനുഭവങ്ങൾ പങ്കിടുന്നത് വിശ്വാസം വളർത്തുന്നു. പക്ഷേ അനുഭവങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവുകൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു. ഭാരമേറിയ ജീവിത ചരിത്രമല്ല, ആപേക്ഷികമായ എന്തെങ്കിലും പങ്കിടുക. നിങ്ങൾ നന്നായി സംസാരിച്ചു, ചാറ്റ് ആകർഷകമായി നിലനിർത്തുക. പക്ഷേ എത്രയും വേഗത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുക. അത് സമയത്തിൻ്റെ കളിയാണ്. 4. സമയത്തിൻ്റെ കളികൾ. ഡേറ്റിംഗ് ആപ്പുകളിൽ സ്യൂട്ടബിൾ മാച്ചുകളോട് പ്രതികരിക്കുന്നത്, ചാറ്റുകൾക്ക് റിപ്ലൈ ചെയ്യുന്ന സമയം, എത്ര വേഗം മൂവ് ചെയ്യുന്നു, ഇതൊക്കെ മനഃശാസ്ത്രം തന്നെയാണ്. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, എത്ര തവണ നിങ്ങൾ ബന്ധപ്പെടുന്നു, ഒരു മീറ്റപ്പ് നിർദ്ദേശിക്കുമ്പോൾ പ്രതികരിക്കുന്നത്, ഇവയെല്ലാം സമയത്തിൻ്റെ സൂചനകൾ നൽകുന്നു. ഇതിനെക്കുറിച്ച് 3 കാര്യങ്ങൾ പറയാം. 1. പ്രതികരണ സമയങ്ങൾ. പെട്ടെന്നുള്ള മറുപടികൾ താൽപ്പര്യം കാണിക്കുന്നു.
മൂല്യം കൂട്ടുന്ന ചിന്താപൂർവമായ മറുപടികൾ കരുതൽ കാണിക്കുന്നു. നിങ്ങൾ എല്ലായ്പ്പോഴും തൽക്ഷണം മറുപടി നൽകിയാൽ അത് അവൈലബിലിറ്റി അറിയിക്കുന്നു. ചിലപ്പോൾ അത് അട്രാക്റ്റീവ് ആവും, ചിലപ്പോൾ അത് ഓപ്പോസിറ്റും ആകാം. നിങ്ങൾ എല്ലായ്പ്പോഴും 2 ദിവസം കാത്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ വൈകി റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അവൈലബിലിറ്റി കുറവായി തോന്നാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിനും നിങ്ങളുടെ താൽപ്പര്യത്തിനും അനുയോജ്യമായ ഒരു രീതി നിങ്ങൾ കണ്ടെത്തുക. 2. ലഭ്യതയിലുള്ള നിയന്ത്രണം. മുമ്പ് പറഞ്ഞത് അവൈലബിലിറ്റി വേണമെന്നാണ്. എന്നുവെച്ച് എല്ലായ്പ്പോഴും അവൈലബിലിറ്റി ആവരുത്. സ്വന്തം ജീവിതം മെയിൻറ്റെയിൻ ചെയ്യുക, നിങ്ങളുടെ പരിമിതികൾ കാണിക്കുക. അത് കോൺഫിഡൻസ് കാണിക്കും. എല്ലായ്പ്പോഴും വേഗത്തിൽ ലഭ്യമായാൽ നിങ്ങൾ ഒരു പണിയുമില്ലാത്തവരായി തോന്നും. നിങ്ങളുടെ ജീവിതവും അതിരുകളും നിലനിർത്തുക. 3. ആപ്പിൽ നിന്ന് മാറുക. ബന്ധം ദൃഢമാകുമ്പോൾ ഒരു വോയിസ് നോട്ട്, ഒരു ചെറിയ കോഫി മീറ്റപ്പ് അല്ലെങ്കിൽ ഒരു പ്രാദേശിക പരിപാടിയിൽ കണ്ടുമുട്ടാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഉത്സവപ്പറമ്പിൽ വെച്ച് കാണാമെന്ന പോലെ ലോ പ്രഷർ സജഷൻസ് കോൺഫിഡൻസ് കാണിക്കും. ഇവയെല്ലാം തന്ത്രങ്ങളാണ്. സാഹചര്യമനുസരിച്ച് ഉപയോഗിക്കുക. ബന്ധത്തിൻ്റെ നിലനിൽപ്പും ആകർഷണവും ആഴമേറിയ ഒന്നിൽ നിന്നാണ് വരുന്നത്. 4. അൽഗോരിതത്തിനപ്പുറം സ്ഥിരമായ ഒരു ആകർഷണം. ആപ്പിൻ്റെ അൽഗോരിതം നിങ്ങൾക്ക് മാച്ചുകൾ നൽകിയേക്കാം, പക്ഷെ ബന്ധം നിലനിർത്തുന്നത് മനുഷ്യൻ്റെ പെരുമാറ്റത്തിലൂടെയാണ്. സുസ്ഥിര ആകർഷണം, ആധികാരികത, ആത്മവിശ്വാസം ഇതൊക്കെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ഇതിനെക്കുറിച്ച് 3 കാര്യങ്ങൾ പരിശോധിക്കാം. 1. ആധികാരികത വിജയിക്കുന്നു. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യില്ല. ട്രെൻഡുകൾ അനുകരിക്കാനോ മറ്റൊരാളാകാനോ ശ്രമിക്കുന്ന പ്രൊഫൈലുകൾ ഹ്രസ്വകാലത്തേക്ക് ശ്രദ്ധ നേടിയേക്കാം, എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവ തകരുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സത്യസന്ധമായ വെർഷൻ ആയിരിക്കുക. നിങ്ങൾ നിങ്ങളായിരിക്കുക. 2. സ്വയം ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. ആത്മവിശ്വാസം ഉച്ചത്തിൽ സംസാരിക്കുന്നതല്ല, അത് ആത്മാഭിമാനം, വ്യക്തമായ അതിരുകൾ, നിങ്ങളുടെ ജീവിതം സ്വതന്ത്രമായി ആസ്വദിക്കാനുള്ള കഴിവ് എന്നതിനെക്കുറിച്ചാണ്. ആ ഊർജം നേരിട്ട് കൂടുതൽ ആകർഷകമായ ഫോട്ടോകളിലേക്കും മികച്ച ബയോകളിലേക്കും സജീവമായി തോന്നുന്ന സംഭാഷണങ്ങളിലേക്കും പരിവർത്തനം ചെയ്യപ്പെടുന്നു. 3. ദീർഘകാലത്തേക്ക് ചിന്തിക്കുക. ആകർഷണം നിലനിൽക്കുന്നത് പങ്കിട്ട മൂല്യങ്ങൾ, പരസ്പര ബന്ധം, വൈകാരിക സുരക്ഷ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾ പൂർണ്ണമാണ് എന്ന് കാണിക്കാനല്ല, അനുയോജ്യമായ മാച്ചുകൾ തിരഞ്ഞെടുക്കാനായി ആപ്പ് ഉപയോഗിക്കുക. ചുരുക്കത്തിൽ, ഈ വോയിസ് കേട്ട് തീർന്നതിനു ശേഷം ഇന്നു തന്നെ നടപ്പിലാക്കേണ്ട 3 കാര്യങ്ങൾ. 1. നിങ്ങളുടെ പ്രധാന പ്രൊഫൈൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുക. സന്ദർഭത്തിനൊപ്പം വ്യക്തവും സ്വാഭാവികവുമായ ഒരു പുഞ്ചിരിയുള്ളത് തിരഞ്ഞെടുക്കുക. 2. ഒരു ജിജ്ഞാസ ഉണ്ടാക്കുന്ന കാര്യം ഉൾപ്പെടുത്തി നിങ്ങളുടെ ബയോയുടെ വരി മാറ്റി എഴുതുക. 3. അടുത്ത തവണ നിങ്ങൾ സന്ദേശം അയക്കുമ്പോൾ അവരുടെ പ്രൊഫൈലിൽ നിന്ന് വ്യക്തിപരമായ എന്തെങ്കിലും കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുക. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലൈക്ക് മാത്രമല്ല, അതിനപ്പുറത്ത് ഒരു കമൻറ്റിൻ്റെ അവിടെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരിത് കാണാം, അതും കൂടെ ഒന്ന് നെക്കിയിട്ട് വിടുക. എന്നാൽ മാത്രമേ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. ഇനിയും അത് ഒരുപാട് പേരിലേക്ക് എത്താൻ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.